പേളി മാണിയുടെ പുതിയ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അവർ മുമ്പ് ഇംഗ്ലീഷിലിട്ട പോസ്റ്റിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനാണ് ഈ ക്ലാരിഫിക്കേഷൻ എന്ന പേരിൽ വന്നിരിക്കുന്നത്. താൻ ഇംഗ്ലീഷിൽ പോസ്റ്റ് ചെയ്ത ഓരോ വരികളും സ്വയം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കേൾപ്പിക്കുക. മലയാളികൾക്കൊന്നും അവർ ഇംഗ്ലീഷിൽ എഴുതിയത് മനസ്സിലായി കാണില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരാം എന്ന മട്ടിലുള്ള ഒരുതരം പാസീവ് അഗ്രഷനാണ് ഞാൻ അവിടെ കണ്ടത്. സത്യം പറഞ്ഞാൽ പേളി ആദ്യമിട്ട പോസ്റ്റ് അതിനെതിരെ വിമർശനം വന്നപ്പോൾ അവർ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായവും പറയേണ്ട എന്ന് കരുതിയതാണ്. എന്നാൽ ഈ പ്രഹസന ക്ലാരിഫിക്കേഷൻ വീഡിയോ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി പറയണമെന്ന് തോന്നി. ആദ്യം അവരിട്ട പോസ്റ്റിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു പൊതുവിഷയത്തെ എതിർക്കണോ അനുകൂലിക്കണോ എന്നതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പേളി മാണിക്കും അതിനുള്ള പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ആ പോസ്റ്റ് കണ്ട ആളുകൾ ട്രിഗർ ആയത് അവർ എഴുതിയതിന്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ആ സമരത്തെ എതിർത്തത് കൊണ്ടോ ഒന്നുമല്ല. അത് എന്തുകൊണ്ടാണെന്ന് പേളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് അവരുടെ പുതിയ വീഡിയോ കണ്ടാൽ വ്യക്തമാകും. ആളുകൾ എതിർത്തത് ആ പോസ്റ്റിൽ നിറഞ്ഞു നിന്ന ഫേക്ക് ഫീലിംഗ്സിനെയും വ്യാജമായ ജെനുവിനിറ്റിയെയുമാണ്. ആദ്യത്തെ വരി തൊട്ട് ഫേക്ക് എന്ന് അലറി വിളിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. പോസ്റ്റിലെ ചില വരികൾ വായിച്ച് ചില എക്സ്പ്രഷനുകളൊക്കെ കൊടുക്കുന്നത് കണ്ടു, ഗംഭീരം. പക്ഷെ അതൊക്കെ വീണ്ടും കേൾക്കുമ്പോഴാണ് എന്തൊരു പൊള്ളയായ വാക്കുകളായിരുന്നു അതെന്ന് നാം ഓർത്തുപോകുന്നത്. ആ നീറ്റ് സമരത്തിൽ കുട്ടികൾ ചോര ചിന്തി നിൽക്കുമ്പോൾ നോ കോസസ് വർത്ത് ഡൈയിങ്, ഗോ ബാക്ക് ഹോം എന്ന് എഴുതിയത് ആ നിമിഷത്തിലെ ഒരു ഇമോഷന്റെ പുറത്ത് അറിവില്ലായ്മ കൊണ്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എനിക്ക് തോന്നിയത് അത് മനഃപൂർവ്വം തന്റെ പേഴ്സണാലിറ്റിയോട് ചേർന്ന് പോകുന്ന രീതിയിൽ വളരെ കാൽക്കുലേറ്റഡ് ആയി എഴുതി ചേർത്ത ഒന്നാണ് എന്നാണ്. അതായത് എല്ലാവരോടും സ്നേഹം, എല്ലാ പാർട്ടിക്കാരോടും സ്നേഹം, സകല മനുഷ്യരോടും സ്നേഹം എന്ന് പറയുന്ന ആ സ്നേഹമയി ഇമേജിൽ നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറ്റിയ പിഴവാണത്. ഒരു ഫേക്ക് ഇമോഷണൽ സ്പീച്ച് അല്ലെങ്കിൽ കേവലമായ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള അതേ ലാഘവത്തോടെ ഇത്തരം രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ സമീപിച്ച പ്രേക്ഷകർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന കാര്യം പേളി ചിന്തിച്ചില്ല. വിമർശിച്ച വ്യക്തിയെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കുമ്പോഴും എന്നോട് കളിക്കാൻ നിൽക്കരുത്, ആളറിഞ്ഞു വേണം കളിക്കാൻ, ഞാൻ പേളി മാണിയാണ് എന്ന് വീണ്ടും സ്റ്റോറി ഇടുമ്പോഴുമാണ് അവരുടെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. അവിടെയാണ് പേളി പൂർണ്ണമായും എക്സ്പോസ്ഡ് ആകുന്നത്. ആരെങ്കിലും വിമർശിക്കുമ്പോൾ പേളി ആദ്യം ഓർക്കുന്നത് ഞാൻ വലിയൊരു സംഭവമാണ്, എന്നെ വിമർശിക്കുന്നവർ എനിക്ക് താഴെയുള്ളവരാണ് എന്ന ചിന്തയാണ്. ദേഷ്യം വരുമ്പോൾ വിമർശിക്കുന്നവരുടെ മറ്റ് യോഗ്യതകൾ അളന്ന് അധിക്ഷേപിക്കുക എന്നത് സാധാരണക്കാർ ചെയ്തേക്കാം. പക്ഷേ ദിനം പ്രതി മോട്ടിവേഷണൽ പ്രസംഗങ്ങൾ നടത്തി വേറെ ഏതോ ലെവലിലാണ് താനെന്ന രീതിയിൽ വലിയൊരു ഇമേജ് ഉണ്ടാക്കി വെച്ച പേളിയും ആദ്യമായി ചെയ്യുന്നത് വിമർശിക്കുന്നയാളുടെ യോഗ്യത അളക്കലാണ്. ലാളിത്യത്തിന്റെ നിറകുടം എന്ന ഇമേജ് ഉണ്ടാക്കിയിട്ട് എന്നെ വിമർശിക്കാൻ നീ ആരാടാ എന്ന രീതിയിൽ പെരുമാറുമ്പോൾ ആ ഹിപ്പോക്രസി അത്രമേൽ വെളിച്ചത്താവുകയാണ്. വിമർശിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ ആരാണെന്ന് അറിയില്ല, അവരൊക്കെ ഫെയിൽഡ് ആളുകളാണ് എന്നൊക്കെയുള്ള ഒരു തരം എൻടൈറ്റിൽ ബിഹേവിയർ ആണ് പേളി മാണി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് സ്വയം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നത് നിങ്ങളെ കണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആകാം എന്നുള്ള തിരിച്ചറിവാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലോ അല്ലാത്ത തരത്തിലോ സംഭവിക്കാം. നിങ്ങളുടെ വാക്കുകൾ മറ്റാരും വളച്ചൊടിക്കരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പറയുന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത പുലർത്തുക എന്നതാണ്. ഈ വിഷയത്തിൽ പേളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നിലപാട് പറയുമ്പോൾ പോലും കൃത്യമായ നിലപാടില്ല എന്നതാണ്. സകലരെയും പ്ലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സാമൂഹിക വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇന്ത്യയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ അക്രമങ്ങളെക്കുറിച്ചും അപകടത്തിലാകുന്ന കുട്ടികളെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ആരാണ് ആ സമരത്തിന് നേരെ അക്രമം അഴിച്ചുവിടുന്നതെന്നും എന്താണ് അവിടുത്തെ യഥാർത്ഥ വിഷയമെന്നും പറയാനുള്ള ധൈര്യവും നിങ്ങൾ കാണിക്കണം. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പറയാതെ നീറ്റ് പരീക്ഷാ പേപ്പർ ലീക്ക് എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാതെ നിങ്ങൾ അതിനെ സമീപിച്ച രീതി തന്നെ തികച്ചും തെറ്റായിരുന്നു. പോരാത്തതിന് ഇപ്പോൾ ഇറക്കിയ ഈ വിശദീകരണ വീഡിയോയിൽ പോലും ആ യഥാർത്ഥ വിഷയത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു വിശദീകരണത്തിനപ്പുറം തന്റെ ഭാഗം മാത്രം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു ബ്രാൻഡ് പ്രൊട്ടക്ഷൻ വീഡിയോ മാത്രമാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടയായ കാരണമായി പേളി പറയുന്നത് ആളുകൾ തന്നോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ച് DMs അയച്ചു എന്നാണ്. ഇത് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിന്റെ സ്വാഭാവികമായ മനഃശാസ്ത്രമാണ്. തങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആളുകൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങളോടൊപ്പമാണോ അതോ എതിരാളികളോടൊപ്പമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രവൃത്തിയാണിത്. മനുഷ്യന്റെ പരിണാമപരമായ തലച്ചോറിൽ ഇന്നും നിലനിൽക്കുന്ന ട്രെയ്റ്റ് ആണിത്. അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രതികരിച്ചില്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് ആൾക്കൂട്ടം ഭീഷണിപ്പെടുത്തുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിന്റെ പ്രഷർ കാരണം മാത്രം ഒരു അഭിപ്രായം പറയാൻ നിർബന്ധിതമാകുമ്പോൾ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിന്റെ പേരിൽ ആരും വിമർശിക്കരുത് എന്ന് വിചാരിക്കുന്നത് ബോധമില്ലായ്മയാണ്. കേവലം ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു നിലപാട് വിളിച്ചു പറയുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യും. കാരണം ഏതൊരു വിഷയത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ച ശേഷമോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു കൃത്യമായ നിലപാടുണ്ടെങ്കിൽ മാത്രമോ ഇത്തരം വലിയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കുക. അല്ലാതെ എല്ലാവരെയും പ്ലീസ് ചെയ്ത് സ്വന്തം ബ്രാൻഡ് വാല്യൂ സംരക്ഷിക്കാൻ മാത്രം നടത്തുന്ന ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.